ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിൽ വീണ്ടും വാഹനാപകടം. ചോനാടം ബൈപ്പാസിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മിനി ലോറിയിടിച്ച് മിനി ലോറിയിലെ യാത്രക്കാരൻ കോഴിക്കോട് ബാലുശ്ശേരി മങ്ങാട്ടെ ഇയച്ചേരി വീട്ടിൽ അബ്ദുറഹ്മാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. പാനൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് കൊട്ടടക്കയുമായി പോവുകയായിരുന്നു മിനി ലോറി. ചൊവ്വാഴ്ച പുലർച്ചെ 4:50 വാഹനാപകടം നടന്നത്. അബ്ദുറഹ്മാൻ സഞ്ചരിച്ച മിനി ലോറി ചോനാടം ബൈപ്പാസിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിലിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ മിനി ലോറിയുടെ ക്യാബിൻ ഭാഗം തകർന്നിരുന്നു. കഴിഞ്ഞ മാർച്ച് 12 ഗതാഗതത്തിനായി തുറന്നു നൽകിയ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്ന മനുഷ്യക്കുരുതിയാണിത്. ബൈപ്പാസ് അവസാനിക്കുന്ന ഈസ്റ്റ് വള്ളൂരിൽ കഴിഞ്ഞ മാസം 28 ഈ മാസം 1 സംഭവിച്ച അപകടങ്ങളിൽ 2 പേർ മരണപ്പെട്ടിരുന്നു. മെയ് 28 ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ ഇവിടത്തെ സിഗ്നൽ പോസ്റ്റിനടുത്ത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മഹാരാഷ്ട്ര കുടുംബം ഉൾപ്പെടുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച കാറിടിച്ച് കാർ ഓടിച്ച ആലപ്പുഴ സ്വദേശി ശിവപ്രസാദും ഇതിന്റെ 3-ാം നാൾ ജൂൺ 1 രാവിലെ 6:30 ഇതേ സ്ഥലത്ത് കാർ ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ പള്ളൂർ ഇരട്ടപ്പിലാക്കുവിലെ മുത്തുവിനുമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ബൈപ്പാസിൽ പാർക്കിങ്ങിന് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ അനധികൃതമായി ദീർഘദൂര മറുനാടൻ ലോറിക്കാർ രാത്രിയിൽ വാഹനങ്ങൾ നിർത്തി ഉറങ്ങാറുണ്ട്. ചോനാടത്ത് ഇത്തരം അനധികൃത പാർക്കിംഗാണ് ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന അപകടത്തിന് ഇടയാക്കിയതെന്ന് സൂചനയുണ്ട്. സ്ഥിരം അപകട മേഖലയായ ഈസ്റ്റ് പള്ളൂർ ഹൈവേ സിഗ്നൽ ജംഗ്ഷൻ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീറും ദേശീയപാത ഉദ്യോഗസ്ഥരും ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സന്ദർശിക്കും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.